ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് NSS ഈ കാര്യത്തിൽ ഇന്നൊരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ മുമ്പ് ഞാൻ ചോദിച്ചു, അന്വേഷണ സംഘത്തെ തുടക്കത്തിൽ തന്നെ സഭയ്ക്കകത്തും പുറത്തും എതിർത്തിരുന്നു പ്രതിപക്ഷം, കോൺഗ്രസ്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുകയാണോ? ഈ അന്വേഷണ സംഘത്തെ എതിർക്കേണ്ടിയിരിക്കുന്നു, എതിർക്കണം. സർക്കാരിനെതിരെ ആരോപണത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എതിർക്കണം. അവരുടെ ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലായ്മ എന്ന പ്രശ്നവും ഇപ്പോൾ പല കാര്യങ്ങളിലും നിൽക്കുന്നു. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള നല്ല അന്വേഷണം എന്ന് ജനത്തിന് ബോധ്യമുള്ളതുമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കോൺഗ്രസ് ഇതിൽ നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഹൈക്കോടതി വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SITയിൽ അവിശ്വാസമെന്ന് പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസിന്. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ അർത്ഥത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ചെയ്യാൻ പറ്റുക NSS ആര് പറഞ്ഞാലും, രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷണം, സ്വരാജൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിലിവർ കുടുങ്ങിയിരിക്കുകയാണ്. ഇനി ഇവരുടെ പക്ഷത്തേക്ക് വരുമോ എന്നുള്ളതിൽ മാത്രമാണ് ആശങ്ക. അതിനി ഒഴിവാക്കാൻ പറ്റില്ല, അത് അവിടേക്ക് തന്നെ പോയി വീഴുന്നുള്ളതാണ്. പിന്നെ നോക്കൂ, എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയിട്ടാണ് ഇപ്പോൾ സേനാപതി വേണു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് സോണിയാഗാന്ധിക്ക് സെറ്റ് കാറ്റഗറി സുരക്ഷയില്ല. സെറ്റ് കാറ്റഗറി ആണോ വൈ കാറ്റഗറി ആണോ എന്നുള്ളതല്ല, സോണിയാഗാന്ധി ആണല്ലോ എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ അടുത്താണല്ലോ കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആകപ്പാടെ ഇവർക്ക് പറയാൻ പറ്റുന്ന ഈ ഊരാക്കുടുക്കിൽ നിന്ന്, സോണിയാഗാന്ധിയുടെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, പോറ്റി എന്ന് പറഞ്ഞ് ഈ ചങ്ങാതി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയത് പിണറായി വിജയൻ വഴിയാണെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് നമ്മുടെ സതീഷ് പറഞ്ഞ പോലെ PV അൻവറിനെ കൊണ്ട് പറയിപ്പിക്കാവുന്നതാണ്. ഇവരുടെ അസോസിയേറ്റ് കക്ഷിയാണ്. കാരണം പിണറായി വിജയനും VD സതീശനും തമ്മിൽ ഭയങ്കര, VD സതീശൻ പിണറായിസ്റ്റ് ആണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇവരുടെ UDF മെമ്പർ ആയിരിക്കുന്നത്. അത് പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വേറെ എന്ത് എക്സ്പ്ലനേഷൻ അതിന് കൊടുത്താലും കോൺഗ്രസിന്റെ നേതാക്കന്മാരും കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സംഗതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്.